ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്താണെന്നല്ലേ, നമ്മുടെ ഈ കുഞ്ചുമണിയുടെ ബർത്ത്ഡേ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ഇന്ന് പിറന്നാളുള്ള കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണമാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. മാൾക്കുട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടത് പറയാൻ പാടത്ത്? അവിയൽ വേണം, സാമ്പാർ, അച്ചാറ്, പയറ്. ഏത് പയർ, മണിയാണോ അതോ പയറോ? മണിപ്പേരി. പായസോ? സേമിയ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ലിസ്റ്റ് പറഞ്ഞല്ലോ, ആ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ വീഡിയോയും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ആദ്യം ഒന്ന് അരിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പച്ചക്കറി ഉണ്ട്, എല്ലാം കൂടി ഞാനിങ്ങ് എടുത്തിട്ട് ഒക്കെ അരിഞ്ഞ് റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും അരിഞ്ഞ് റെഡിയാക്കിയിട്ട് അവിയലിന്, സാമ്പാറിന്. അപ്പോൾ ഞാൻ പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വിസിൽ കൊടുക്കട്ടെ. അപ്പോൾ ഇനി വേഗം വേണം ഓരോ സാധനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. എൻ്റെ കുട്ടിക്ക് ചെറിയൊരു കറികൾ മാത്രമാണ് അവൾക്ക് ഇഷ്ടമുള്ളത്. ഇപ്പോൾ ഈ സംഭവങ്ങൾ മാത്രമുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു പിറന്നാളാഘോഷം എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ അവിയൽ, സാമ്പാറിന് ഞാൻ ഇപ്പോൾ കുക്കറിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അവിയൽ വെക്കാൻ വേണ്ടി ഒക്കെ കഴുകിയിട്ട് ശേഖരം മഞ്ഞപ്പൊടി. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് വലുതല്ലേ? കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമില്ല, അതൊക്കെ വേകുമ്പോൾ ശരിയാവും. കുറച്ച് ഉപ്പ്, ശേഖരം വെള്ളം കൂടി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ കുക്കറിൽ വെക്കാം. ഇപ്പത്തെ സ്റ്റൗവില്, ബർണറില്. ഇപ്പുറത്തെ സ്റ്റൗവില് ഉദ്ദേശിച്ചിട്ടോ. കുക്കറിൽ വിസിലടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പായസാവൂലേ? അങ്ങനെ ചെയ്താൽ മതി അല്ലേ? ഈ അവിയൽ വെക്കുമ്പോ ആ കഷ്ണങ്ങൾ ഓരോന്ന് കടിക്കാൻ കിട്ടണ്ടേ? കുക്കറിൽ വെച്ചാൽ എല്ലാം കൂടി പായസമായിട്ടേ കിട്ടുള്ളൂ. ഇതിലിങ്ങനെ തടച്ചിട്ട് വേകുമ്പോഴേ പാകത്തിന് വേവാകുമ്പോൾ നിർത്തിയാൽ മതി അല്ലേ? എന്നിട്ട് ചിലപ്പോൾ വെള്ളം കുറവാണെങ്കിൽ വറ്റിയിട്ടുണ്ടാവും, കൂടുതലാണെങ്കിൽ നമുക്ക് ഊറ്റി കളയാം. കുക്കറിൽ വിസിലടിച്ചാൽ പിന്നെ എല്ലാം കൂടി ഒന്നാവും. അത് കുക്കറിൽ എൻ്റെ സാമ്പാർ മാത്രമേ വയ്ക്കുള്ളൂ. കാരണം അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് തുടങ്ങിയ സാമ്പാറാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ആ രീതിയിൽ വയ്ക്കും. ഇത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അടുപ്പത്ത് ഒക്കെ വെന്ത് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് അവിയലിനുള്ള തേങ്ങ അരച്ച് വയ്ക്കണം. നാളികേരില്ലാണ്ട് ഇന്ന് കടയിൽ പോയിട്ട് 2 മേടിച്ചോണ്ട് വന്നാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ നാളികേരില്ലാണ്ടായി. ആ ഒരു തേനീച്ചക്കൂട് കാരണം നാളികേരില്ലാണ്ടായി. അപ്പോൾ ഇനി നാളികേരം കാശ് കൊടുത്ത് മേടിക്കുക. എത്ര രൂപ വഴിയുള്ളൂ? 75 രൂപ കിലോന്. അപ്പോൾ 2 നാളികേരം മേടിച്ചു 1.5 കിലോ ഉണ്ട് രണ്ടും കൂടിയിട്ട്. വില കൂടി തോന്നൂല്ലേ? വില കൂടി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കും കൂടുവോ? വെളിച്ചെണ്ണയ്ക്കും കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച മുന്നേ അല്ലേ വെളിച്ചെണ്ണ വാങ്ങിച്ചത്, ഇപ്പം അടുത്ത് വാങ്ങിച്ചിട്ടില്ലല്ലേ. ഇതിൻ്റെ വെള്ളം അത്ര എന്താ പറയുക, ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം അവർ അവിടെ കുറേ ദിവസമായിട്ട് വെച്ചതല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തില്ല, ഞാൻ കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ അവിയലിൻ്റെ വെള്ളമൊക്കെ വറ്റിട്ടോ. അപ്പോൾ കറക്റ്റ് വേവായി അല്ലേ? വെള്ളമൊക്കെ വറ്റി. പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കണ തേങ്ങയും കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് കേട്ടോ. ഇതിൽ ഞാനൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് അരപ്പില്ല. പിന്നെ ഈ തേങ്ങ മൂത്തിട്ടില്ല കേട്ടോ. ചേട്ടൻ പോയി മേടിച്ചപ്പോൾ തേങ്ങ മൂത്തിട്ടില്ല. അപ്പൊ ചേട്ടാ നോക്കിയില്ലായിരുന്നോ? ഞാൻ നോക്കി, പക്ഷെ ഞാൻ ഭംഗിയുള്ള തേങ്ങ നോക്കി മേടിച്ചു. ഭംഗിയുള്ള തേങ്ങയല്ല മേടിക്കേണ്ടത്. അത് ഞാൻ നോക്കുന്ന ഒരു അറിവാണ് കേട്ടോ. തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേലത്തെ ഇതില്ലേ, ചകി, എന്താ പറയാ, ചിരട്ട. ആ ചിരട്ട വെള്ള ഉണ്ടാവരുത്, നല്ല ഡാർക്ക് ആയിരിക്കും. അപ്പൊ മൂത്ത തേങ്ങയാന്നുള്ള ഞാൻ മനസ്സിലാക്കുന്ന രീതിയാണ്. ചേട്ടാ ഞാൻ അത് നോക്കി നോക്കണോട്ടോ എടുക്കുമ്പോഴേ. അത് ശരിയായിരുന്നു തോന്നുന്നു. കാരണം ഇങ്ങനെ വെള്ള കളറിൽ മൂക്കാത്ത തേങ്ങ, പച്ച നാളികേരം അങ്ങനെയാണ് കാണാറ്. അപ്പൊ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് തീരെ മൂത്തിട്ടില്ല അല്ലേ, മൂക്ക് കുറവായിരുന്നു. ഞാനുള്ളതിൽ നല്ല ഭംഗി നോക്കിയിട്ടുള്ള 2 എടുത്തത് മാത്രം. അപ്പോൾ നമ്മൾ അരപ്പിൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചിലർക്ക് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് അവിയലുണ്ടാക്കുക. ചിലർ ഈ പച്ച, അതായത് തേങ്ങയുടെ പച്ചമണം അടിക്കുന്നത് ഇന്നേ വരെ അടിച്ചിട്ടുണ്ടോ ചേട്ടാ? പച്ചമണം അടിച്ചിട്ട് കണ്ടില്ല.
ഇത് ഇനിയിപ്പോ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം നന്നായി. ടേസ്റ്റ് അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ പച്ചമണം നടിക്കുന്ന ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടില്ല കഴിക്കുമ്പോൾ. സിമ്പിൾ ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന്റെ അവിയല്. ഈ വലിയ വലിയ കാറ്ററിംഗുകാർ ഉണ്ടാക്കുന്ന സമയത്താണ് അതിൽ മണം അറിയില്ല, ഒന്നും അറിയില്ല. ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിൽ കുറേ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കണപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ കുറച്ച് തൈരും കൂടി ചേർക്കണം കേട്ടോ. ഞാൻ തൈര് എടുക്കട്ടെ. സാമ്പാർ തിളച്ചു കേട്ടാ. സാമ്പാർ തിളച്ചു. മുരക്കായ ഉടഞ്ഞിട്ടില്ല. ഇവിടെ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇളക്കണത് ഞാൻ ഇളക്കി കഴിഞ്ഞാൽ ഇത് കൊളാവും. അങ്ങനെ നമ്മുടെ കറികളുടെ പരിപാടി കഴിയാറായി കേട്ടോ. ലാസ്റ്റ് സാമ്പാറൊന്ന് വറുത്തതും കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പായസം വെക്കലാണ് കേട്ടോ. കുട്ടിയുടെ ഇഷ്ടപ്പെട്ട സേമിയ പായസം. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളത് സേമിയ തന്നെയാണോ അല്ലേ? പഴക്കം കുട്ടി അത് വേണ്ട. അതായത് മെജോറിറ്റി ഉള്ളത് അത് എനിക്ക് 2 മക്കൾക്കും സേമിയാണ് ഇഷ്ടം. അപ്പൊ പിന്നെ അതൊക്കെ നിങ്ങൾ കഴിക്കുക അല്ലേ? പക്ഷെ പറഞ്ഞിട്ട് കഴിച്ചാട്ടാ, എനിക്ക് 2 ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞു നല്ലോട്ടാ. സേമിയ അടയും 2 ഇഷ്ടം തന്നെയാണ്. കാരണം ഈ പാല് വെച്ചിട്ടുള്ളത് കാരണം എനിക്കിഷ്ടമാണ്. അപ്പൊ ഇനി പായസം വെക്കല്ലേ പോട്ടെ കേട്ടോ. പാല് ഞാൻ രാവിലെ തന്നെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് കുറച്ചാ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. 1.5 ലിറ്റർ ഒരു പാക്കറ്റിനല്ലേ? അതായത് സേമിയയുടെ ആ പാക്കറ്റിന് അത് എത്രയാ? അത് 250 ഗ്രാമുണ്ട്. 300 ഗ്രാമിന് 3 പാക്കറ്റ് പാല്. അതാണ് അതിന്റെ കണക്ക് കേട്ടോ. അപ്പൊ ഈ പായസത്തിന് ഇപ്പൊ ഞാൻ ഫസ്റ്റിന് കാച്ചി വെക്കണത് എന്താന്ന് വെച്ചാൽ കേടുവരാതിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? ഒരിക്കലും നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായത്. പാല് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ആവശ്യ സമയത്ത് മാത്രം എടുത്തിട്ട് തിളപ്പിക്കാൻ നോക്കിയപ്പോൾ എല്ലാം കൂടി അങ്ങ് പിരിഞ്ഞു പോയി. അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൊണ്ടുവന്നതും കാച്ചി നോക്കും. അപ്പൊ പിന്നെ പേടിയില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ നല്ല ദിവസമായിട്ട് കേടുവന്ന് പോയാൽ ഭയങ്കര വിഷമ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇനി അടുത്ത പായസത്തിന്റെ പണിയാണ്. അതും കൂടി കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞോട്ടാ. സാമ്പാർ, അവിയല്, ഉപ്പേരി, പപ്പടം ഞാൻ കാച്ചി വെച്ചു. കാരണം ഇത് വറുത്തിടുന്നതിന് മുന്നേ പപ്പടമൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ എണ്ണയിലേ. അപ്പൊ ബാക്കിയുള്ള എണ്ണ കുറച്ച് മാറ്റിയിട്ട് പിന്നെ അതിൽ ഇച്ചിരി ചെറുള്ളിട്ട് മൂപ്പിച്ചിട്ടാ മതിയല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ഒരു പാത്രം കൊണ്ട് 2 പണി ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഓരോ ടെക്നിക്കാണ് അതൊക്കെ. അപ്പൊ നമ്മളൊരു ചെറിയൊരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് അച്ചാറിടാണ്. അന്നാന്നുള്ള അച്ചാറ് കടുമുടൂന്ന് കടിക്കാൻ അല്ലേ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? പച്ചമാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റാ. അത് നമ്മളെ വീട്ടിലുണ്ടാക്കണം കേട്ടോ. അല്ലാണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. കടയിൽ മേടിക്കുന്നൊക്കെ ആകെ ഉപ്പിട്ടിട്ട് അങ്ങോട്ട് കുത്തി ആകെ തൊള്ളലാക്കാൻ പറ്റില്ല. അങ്ങനെ ഉപ്പാണ്. നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് മുളക് പൊടിയും ഒരു ചെറിയ രീതിയിൽ ഉപ്പൊക്കെ ഇട്ട് കയ്യോടെ ഉണ്ടാക്കുമ്പോ അതായത് ഈ അച്ചാർ ഇങ്ങനെ കടിക്കുമ്പോഴേ ഈ ഒരു കടുമുടൂന്ന് തന്നെ കിട്ടുമല്ലോ. അപ്പൊ നല്ല രസം അത് കഴിക്കാൻ. ഈ മാങ്ങ വലിയ പുളിയൊന്നും കാണാനില്ലല്ലേ? ഇത് വലിയ പുളിയുള്ള മാങ്ങയല്ല. അപ്പൊ ലേശം പുളി കുറവാണത്. ചെറിയ രീതിയിലുള്ള പുളിപ്പുള്ളൂ. പക്ഷെ അത് അച്ചാറുണ്ടാക്കി കഴിക്കുമ്പോഴല്ലോ കുരി കഴിക്കാൻ പറ്റും. ഇത്ര ആകെ ഒരു മാങ്ങ ഇട്ടിട്ടുള്ളൂട്ടാ. തോനെയൊന്നുമില്ല. ഒരു മാങ്ങ എടുത്ത് മാത്രം അന്നതിക്ക് മാത്രം. പിന്നെ സ്ഥിരമായിട്ട് അച്ചാർ കഴിക്കണ വലിയ നല്ലതൊന്നും അല്ല കേട്ടോ. അത് വേറൊരു കാര്യമാണ്. ഇതേപോലെ എങ്ങനെ എന്തെങ്കിലും വരുമ്പോ മാത്രമേ അച്ചാർ എപ്പോഴെങ്കിലും ഒരു മാങ്ങ കിട്ടുമ്പോ അതുകൊണ്ടൊരു അച്ചാർ അത്രേ ഉള്ളൂ. അല്ലാണ്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കി അങ്ങനെയൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വറുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അത് റെഡി. പായസം റെഡി ആയില്ലേ? അണ്ടിപ്പരിപ്പ് മുന്തിരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. പായസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ പിറന്നാള് കഴിഞ്ഞ്. പായസത്തിൽ മുന്തിരി അത്ര ഇഷ്ടമില്ല. അണ്ടിപ്പരിപ്പ് മാത്രം. അത് ബിരിയാണി കൊടുത്താലും അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിക്കും, പായസം കൊടുത്താലും അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിക്കും. അപ്പൊ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഏലം മുറിക്കാൻ പോകണം കേട്ടോ. അപ്പൊ അതും കൂടി കത്തിയതോടെ റെഡി വെച്ചിട്ടുണ്ട്. ഞാൻ പോട്ടെ ഏലം മുറിക്കും. ഇല പൊട്ടിക്കാൻ ഓടുകയാണോ?
പിറന്നാൾ കഴിക്കേ വിശന്ന് തുടങ്ങി. സമയം 2 മണി കഴിഞ്ഞു. വിശക്കാതിരിക്കോ? വീഡിയോ എടുക്കുന്ന ആൾക്കാണെങ്കിൽ വിശന്നിട്ട് നിക്കാൻ വയ്യ. അത് വീഡിയോ കൂടി എടുക്കുമ്പോ സമയം പെട്ടെന്ന് പോണില്ലേ? സമയം പെട്ടെന്ന് പോവും. വിശപ്പാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. എന്താ ചെയ്യാ? അതിലില്ലേ മേലാണ് കുറച്ച് ഹൈറ്റ് കൂടുതലാ. എത്തണ്ടേ? ഒരേല പറിച്ചു കഴിഞ്ഞില്ലേ പിന്നെ എവിടേക്കാ നീ മുറിക്കാൻ? പിറന്നാളേരി ഒരാളുള്ളൂ. പക്ഷെ നമ്മളെ വീട്ടിലേക്ക് ഇല കൊണ്ടുപോകുമ്പോ ഒരേലായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയുണ്ടോ? ആ അങ്ങനെയുണ്ടല്ലോ. 2 ഇലയെങ്കിലും പറിക്കണം ഏറ്റവും കുറവ്. ഇപ്പൊ 2 ഇലയായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഇതുപോലെ ഒരു കഷ്ണം എന്തെങ്കിലും പിടിച്ചിട്ട് അങ്ങനെ വേണം കൊണ്ടുപോകാൻ. ഒറ്റ ഇലയായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയാണല്ലേ? അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ മാളക്കുട്ടിക്ക് അച്ചാറ് കൊടുത്തു അല്ലേ? അതെ. പിന്നെ എന്റെ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട പയർമണി. ആ നല്ല നാടൻ പേരാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ കുഞ്ഞാ? കുട്ടിക്ക് ഭയങ്കര ഇഷ്ടല്ലേ ഇത്? പിന്നെ അവിയല്, അച്ഛനുണ്ടാക്കിയ അവിയല്, പിന്നെ അച്ഛനുണ്ടാക്കിയ പഴം പുഴുങ്ങിയത്, പിന്നെ ചോറ്. കുറച്ച് മതി ഉണ്ണിക്ക്. പിന്നെ സാമ്പാർ. പിന്നെ ഇലയുടെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് പായസം വെക്കണം. കഴിക്കും. ഇനി അടുത്തൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഉണ്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് ഭക്ഷണം കൊടുക്കില്ലേ, അത് മതിന്ന് പറയരുത്. അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ കണ്ടറിഞ്ഞിട്ട്, അതായത് കുഞ്ഞു കുട്ടിയല്ലേ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് വിളമ്പിട്ട് പിന്നെ സെക്കൻഡ് രണ്ടാം പ്രാവശ്യം കൊടുക്കണം. അപ്പൊ മതി എന്ന് പറയാൻ പാടില്ല. അങ്ങനെയുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നെയ്യക്കുട്ടിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ പാവങ്ങളുടെ പിറന്നാൾ ആഘോഷമാണ് എങ്ങനെയൊക്കെയാണ് കേട്ടാ. കൂട്ടിക്കുഴച്ച് അവിയലൊക്കെ കഴിച്ച് എല്ലാം വിളമ്പി. പക്ഷെ ഒരു സാധനം വിളമ്പാൻ മറന്നു. ഇതാണ് സാധനം, പപ്പടം. അല്ലാണ്ട് വെക്കാതെ അങ്ങനെ മറന്നല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറന്നു. സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല അല്ല കുഞ്ഞാ? ഇഷ്ടായോ? ഇച്ചിരി സമയം എടുക്കും കഴിക്കാൻ, കാരണം വളരെ സാവകാശം കഴിക്കും. ഇത്തിരി പറിക്കിട്ട്. ഇന്നിപ്പോ ചേച്ചി ഇല്ലാട്ടാ. ചേച്ചിയാണെങ്കിൽ അന്ന് കാലത്ത് തന്നെ അവൾക്ക് ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ട് അവള് പോയി. ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവള് ഇന്ന് പോകണം പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ഒരു ടീച്ചർ പറഞ്ഞ കാരണം പോകേണ്ടി വന്നു. ഉണ്ണിയും പറഞ്ഞു, അമ്മയും പറഞ്ഞു, അച്ഛനൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് എന്തായാലും ക്ലാസ്സിന് പോകാണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവള് പോകണമെന്ന് പറഞ്ഞു. അത് ക്ലാസ് മിസ്സാക്കിയാൽ പ്രശ്നമായി. കുട്ടിക്ക് എക്സാം വരണേ. അപ്പൊ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ പിന്നെ എന്നാ പോട്ടെ. പിന്നെ വൈകുന്നേരം കേക്ക് മുറിക്കലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് പങ്കെടുക്കാലോ അല്ലേ? അപ്പൊ ചേച്ചി ശരി 4 മണിയാകുമ്പോഴേക്ക് എത്തും. അപ്പേക്കല്ലേ കേക്ക് മുറിക്കലൊക്കെ ആവുള്ളോ. പുതിയ ഡ്രസ്സൊക്കെ ഇടണ്ടേ? ഒരുപാട് വലിപ്പമൊക്കെ ഉണ്ടല്ലോ. മതിയോ? സൈക്കിളിന്റെ ഈ സംഭവം ഉള്ളത് കാരണം സുഖല്ലേ? കാറ്റടിക്കാൻ അടിപൊളിയാ. എയറടിക്കാനായിട്ടുള്ള എളുപ്പമാണ്. മറ്റേതിന് വായോണ്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ചേച്ചി വന്നു. പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് ഇനി കേക്ക് മുറിക്കാനുള്ള ശ്രമം നടത്തുന്നു. പിറന്നാള് കാര്യമാണ് ബലൂൺ ഊതാനുള്ള ഇത് നോക്കിയത്. പറ്റില്ല കണ്ടപ്പോ നമ്മള് സൈക്കിൾ എയർ അടിക്കുന്നത് കൊണ്ടുവന്നിട്ട് നോക്കാണ്. കുട്ടിക്ക് ഒരെണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴേ പിന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. ഇത് ബലം കൊടുക്കണം. അത് ശരി. മതിയോ? എത്ര മതിയോ? ആയിക്കോട്ടെ, മതി. റോസ് കളറ്. ഹാപ്പി ബർത്ത്ഡേ വേദ. മതി, ഇത്ര മതി. അത് പൊട്ടിപ്പോവും. ഇത് മതി, ഈ വലിപ്പം മതി. ഇത്രയും വലിപ്പം ഉണ്ടാക്കി കഴിഞ്ഞൂട്ടാ.
കുറച്ച് ബലൂൺ മാത്രം ഇവിടെ ഒന്ന് ഭംഗി വരുത്താൻ വേണ്ടിട്ട് മാത്രം. പിറന്നാളുകാരി ഇരിക്കണ്ടല്ലേ. ഇനി കുറച്ചും കൂടി ഒരു 5-6 കൂടി ഉള്ളു കേട്ടാ. അപ്പൊ അതും കൂടി ബലൂണുകൾ ഊതി വീർപ്പിച്ചിട്ട് നമുക്ക് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ. ആ പണ്ട് പറഞ്ഞ വായം കൊണ്ട് ഊതിയിട്ട് അവസാനം ഇവിടെ ഇവിടെ ഒക്കെ വേദനിച്ചിട്ട് വെറുതെ നമ്മളിങ്ങനെ ബലൂണായിട്ട് ഇതിങ്ങനെ കളിക്കാൻ വേണ്ടിട്ട് മേടിക്കില്ലേ. അപ്പൊ ഈ സമയത്ത് വായ കൊണ്ടല്ലേ ഇങ്ങനെ ഊതുക. ഇതിപ്പോ ഈ സംഭവം ഉണ്ടായപ്പോ വളരെ എളുപ്പമായി. ഇതിന്റെ കളർ സൂപ്പർ ആയില്ലേ? നോക്കിയാ ഇതിന്റെ കളർ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക്. എന്റെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഊതിക്കോളോ. ഇവിടെ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു മിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ചയ്ക്ക് കട്ട് ചെയ്തു. ക്യാമറ കൊണ്ട് ഇങ്ങോട്ട് വന്നു, ഫോണും കൊണ്ട്. അപ്പൊ ഞങ്ങളുടെ പിറന്നാൾ കഴിഞ്ഞല്ലോ മോനെ. അതെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ കഴിച്ചത് പകുതി ആയിട്ടത് ഇവിടെ എത്ര ഭാഗം കഴിയാറായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു പിറന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.